ഹലോ ആസ്പിരൻസ്, വെൽക്കം ബാക്ക് ടു ബാങ്കിങ് മാസ്റ്റർ. കുറേ ദിവസങ്ങളായി ഒരു വീഡിയോ ചെയ്തിട്ട് കുറേ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതേപോലെ ഫോൺ മാറ്റി, അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളായതുകൊണ്ട് വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അപ്പം എനിക്കറിയാം കുറേ പേർക്ക് SBI ക്ലർക്കിൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും. കുറേ പേർക്ക് 27th എക്സാം. എനിക്ക് 27th എക്സാം. അതുകൊണ്ട് ഞാനിപ്പം ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ സ്ട്രാറ്റജി എന്താണ്, ഞാൻ കറൻ്റ്ലി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഞാനിപ്പോൾ ഗൈഡ്ലിയിൽ നമ്മുടെ പ്രീവിയസ്, അതായത് September 20th നടന്ന എക്സാമിൻ്റെ മെമ്മറി ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ടെക്സ്റ്റ് ബുക്കിലും ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഗൈഡ്ലിയിലും ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റിൽ എനിക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആൻഡ് കട്ട് ഓഫ് ക്ലിയർ ചെയ്തത് മാത്രമല്ല, അറ്റംപ്റ്റും ഏകദേശം 77 അറ്റംപ്റ്റ്സ്, ഞാൻ ഏകദേശം 70+ അറ്റംപ്റ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നതും. അപ്പോൾ 77 അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ആൻഡ് ഇൻകറക്റ്റ് കുറവാണ്, 3 മാത്രമേ തെറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിട്ടാണ് തോന്നിയത്. സ്കോർ 3, നമ്മുടെ ആക്യുറസി നല്ല കൂടുതലാണ്, 96% ആക്യുറസി ഉണ്ട്. സോ ഏറ്റവും നല്ലൊരു ഷിഫ്റ്റ് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം എളുപ്പമുള്ളൊരു ഷിഫ്റ്റ് തന്നെയാണെന്നാണ് ബാക്കിയുള്ള റിവ്യൂ ഒക്കെ കണ്ടിട്ട്, യൂട്യൂബ് റിവ്യൂസൊക്കെ കണ്ടപ്പം തോന്നിയത്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട്. ക്വാണ്ട് മാത്രമാണ് എല്ലാവർക്കും ടൈം കൺസ്യൂം ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. വേറൊരു റീസണിങ് ആയാലും ഇംഗ്ലീഷ് ആയാലും ഒരു തരത്തിലും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസോ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസോ ഒന്നും ഇല്ലായിരുന്നു എന്നാണ് റിവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം മെമ്മറി ബേസ്ഡ് ടെസ്റ്റ് ചെയ്തപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ക്വാണ്ട് തന്നെയാണ് കുറച്ചും കൂടി ടൈമിംഗ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം റീസണിങ് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ടൈം ഉണ്ടെങ്കിൽ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് റീസണിങ് മുഴുവൻ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇംഗ്ലീഷും വൊക്കാബ് ആണെങ്കിലും എറർ ഡിറ്റക്ഷൻ ആണെങ്കിലും കുഴപ്പമില്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ബേസ് ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന. ആൻഡ് റീഅറേഞ്ച്മെൻ്റ് ആയാലും അത് എടുത്ത് പറയണം. റീഅറേഞ്ച്മെൻറ്റ് തെറ്റാൻ ചാൻസുള്ള റീഅറേഞ്ച്മെൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കുറച്ച് പ്രാവശ്യം ഒന്ന് വായിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാവുന്ന തരത്തിലാണ് പാരാജമ്പിൾ പോലെയുള്ളത് കൊടുത്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അത്യാവശ്യം 2-3 പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ കിട്ടുന്ന, ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് ഈ ഗൈഡിൽ എനിക്ക് ഇംഗ്ലീഷിൽ ഒരു തെറ്റാണ് വന്നിട്ടുള്ളത്. അത് ഇംഗ്ലീഷിൽ തെറ്റ് വന്നത് ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചതിൻ്റെ മിസ്റ്റേക്കാണ്. അതായത് സോ എന്ന് പറയുന്നൊരു വേർഡ്, SOW, സോ എന്ന് പറയുന്നൊരു വേർഡിൻ്റെ കറക്റ്റ് യൂസേജ് ആണല്ലോ സാധാരണ നമ്മൾ ചോദിക്കാം. അപ്പോൾ കറക്റ്റ് യൂസേജ് ചോദിച്ചതാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓപ്ഷൻ കുത്തിയത്, അതായത് അറ്റംപ്റ്റ് ചെയ്തത്. പക്ഷേ ചോദ്യം ഉണ്ടായിരുന്നത് കറക്റ്റ് യൂസേജ് അല്ലാത്ത സെൻറ്റൻസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ അത് വായിച്ചില്ല. ഇപ്പം സാധാരണ അങ്ങനെയാണല്ലോ ചോദിക്കുക എന്നുള്ള രീതിയിലാണ് ചെയ്തത്. അപ്പോൾ അതൊരു മിസ്റ്റേക്ക് വന്നതാണ്, തെറ്റിപ്പോയത്. ആ ഒരു മിസ്റ്റേക്ക് മാത്രമേ ഇംഗ്ലീഷിൽ വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം അറ്റംപ്റ്റ് ചെയ്ത ക്വസ്റ്റ്യനും ശരിയാണ്. ഐ തിങ്ക് 21 മറ്റാണ് ഞാൻ ഇംഗ്ലീഷ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. 22 ആണ് അറ്റംപ്റ്റ് ചെയ്തത്. 21 ആണ് ഇംഗ്ലീഷിൽ എനിക്ക് കറക്റ്റ് ആയത്. അതേപോലെ കോണ്ട് ഞാൻ 20 ആണ് അറ്റംപ്റ്റ് ചെയ്തത്. 20യും കറക്റ്റാണ്. ഒരു സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ആ സമയത്ത് ഞാൻ കൺഫ്യൂഷനായിട്ട് എനിക്ക് ഓപ്ഷനിൽ ആൻസർ അല്ല കിട്ടുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് വിട്ടു, പിന്നെ അത് ചെയ്തില്ല. ബാക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ DIയിൽ ഒരു DI എനിക്ക് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. ഞാൻ ഒരുപാട് ടൈം മറ്റേ DIന് എടുത്തുകൊണ്ട് ഈ DI ഏറ്റവും എളുപ്പമായിരുന്നു 2 DIസും. പക്ഷേ മറ്റേത് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല, അറിയാവുന്നതായിരുന്നു, കിട്ടിയില്ല. അപ്പോൾ 20 അറ്റംപ്റ്റാണ് ക്വാണ്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും 100% ആക്യുറസി ആയിരുന്നു. ആൻഡ് റീസണിങ്ങിൽ 35 അറ്റംപ്റ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് 35ൽ 2 തെറ്റിപ്പോയി. 2 തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഒന്ന് വാക്ക് കണ്ടുപിടിക്കാനായിരുന്നു, ഒരു മീനിങ് ഫുൾ വേർഡ് കണ്ടുപിടിക്കാനായിരുന്നു. ലെറ്റർ വന്നത് FLEW ആണ്. അത് ലെറ്റർ വരുമ്പോൾ നമുക്ക് FLEW എന്നുള്ളത് ഫ്ലൂ ആണ് കറക്റ്റ് വേർഡ് വരാം. പക്ഷെ അത് പെട്ടെന്ന് കിട്ടിയില്ല. ഫ്ലൂ എൻ്റെ മനസ്സിലേ വന്നിട്ടില്ല അങ്ങനൊരു വാക്ക്. പക്ഷേ ഇങ്ങനൊരു വാക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ലെറ്റർ ഏതാണെന്നാണ് ചോദിച്ചത്. L ആയിരുന്നു ആൻസർ. ഞാൻ വേർഡ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നായിരുന്നു കൊടുത്തത്. അപ്പോൾ അത് തെറ്റിപ്പോയി. അതൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നത് ഒരു സിലോജിസമാണ് തെറ്റിപ്പോയത്. സിലോജിസത്തിൽ പോസിബിലിറ്റി ഈസ് നോട്ട് എ പോസിബിലിറ്റി എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ, അതായത് ഇതൊരു പോസിബിലിറ്റി ആണ് എന്നാണ് നമ്മളോട് സാധാരണ ഉണ്ടാവാറ്, അല്ലെ? സാധാരണ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് ഇസ് എ പോസിബിലിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. പക്ഷേ ഇതിലുണ്ടായിരുന്നത് ഈസ് നോട്ട് എ പോസിബിലിറ്റി. അപ്പോൾ അത് കൺഫ്യൂഷനായിട്ട് അതും അറിഞ്ഞ് കൊണ്ട് തെറ്റിച്ചു. ആ ഒരു
പെട്ടെന്നുള്ള ഒരു തിരക്കിൻ്റെ ഇടയിൽ, ലിസണിങ് ടൈമിലല്ല, അപ്പോൾ ആ പെട്ടെന്നുള്ള തിരക്കിൻ്റെ ഇടയിൽ മൈൻഡ് പ്രോസസ്സ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പ്രാക്ടീസ് ചെയ്ത് വന്നത് ഉള്ളൊരു പാറ്റേണിന് മാറ്റം വരുമ്പം അത് പ്രോസസ്സ് ചെയ്യാനെടുക്കുന്നൊരു സമയം നമുക്ക് കിട്ടുന്നില്ല. അതാണ് ഒരു തെറ്റ് പറ്റിപ്പോയത്. അപ്പം 77 അറ്റംപ്റ്റിൽ അത് 3 ഇപ്പോൾ തെറ്റിയ 3 ഞാൻ നേരെ ക്വസ്റ്റ്യൻ വായിക്കാണ്ട് ഒന്ന്, പിന്നെ ഞാൻ ശരിയാണ് എന്നുള്ളൊരു ഇതിൽ വീണ്ടും ഒന്നും കൂടി ഒന്ന് വായിച്ച് നോക്കാത്തതിൻ്റെ പേരിലാണ് 3 തെറ്റിയിട്ടുള്ളത്. അപ്പോൾ അതൊന്നും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ 77 കറക്റ്റായിട്ട് മാറിയാണ്. ഇപ്പോൾ ഇവിടെ 74 ആണ് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ 77 തന്നെ കറക്റ്റ് ആവട്ടെ, പക്ഷേ 74 ആണ് തെറ്റിയത്. 74 ആണ് കറക്റ്റ്, 3 തെറ്റാണ്. സോ 73.25 ആണ് എനിക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയത്. ഇവർ കട്ട് ഓഫ് കൊടുത്തിട്ടുള്ളത് 62 ആണ്. അറിയാം, കഴിഞ്ഞ വർഷത്തെ SBI ക്ലർക്കിൻ്റെ കട്ട് ഓഫും 64, 66 ആ റേഞ്ചാണ് ഉണ്ടായിരുന്നത്. അപ്പം ഇപ്രാവശ്യം പക്ഷേ വേക്കൻസി കുറവായതുകൊണ്ട് എനിക്ക് തോന്നുന്നു കട്ട് ഓഫ് കുറച്ചും കൂടി ഒന്ന് ഒരു 2-3 മാർക്സ് അപ്പാവാനും ചാൻസ് ഉണ്ട്. ബാക്കിയൊക്കെ എനിക്കറിയാം വേക്കൻസി അല്ല ഇതിൻ്റെ ഒരു ഫാക്ടർ, എക്സാം ഡിഫിക്കൽട്ടീസും അറ്റൻഡ് ചെയ്തവരുടെ കാൻഡിഡേറ്റ്സിൻ്റെ നമ്പേഴ്സൊക്കെ നോക്കിയിട്ടാണ് കട്ട് ഓഫിന് മാറ്റം വരാം. പക്ഷേ വേക്കൻസി നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറച്ച് കുറവാണ് ഇപ്രാവശ്യത്തെ വേക്കൻസി. ഒരുപാട് കുറവല്ല, കുറച്ച് ഒരു എത്രയോ കുറവാണ് വേക്കൻസി ഉള്ളത്. അപ്പം കട്ട് ഓഫ് ചിലപ്പം 64 തന്നെ അല്ലെങ്കിൽ 66 തന്നെ വരണം എന്നൊരു നിർബന്ധമില്ലല്ലോ. അപ്പോൾ ഇവർ കൊടുത്തിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിന് അവർ കൊടുത്തിട്ടുള്ള കട്ട് ഓഫ് 62 ആണ്. പിന്നെ നോർമലൈസേഷൻ ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ ആക്ച്വൽ റിസൾട്ട് വരാം, എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ നോർമലൈസേഷൻ ചെയ്യുമ്പം ആക്യുറസി അനുസരിച്ചിട്ടാണ് നോർമലൈസേഷൻ ചെയ്യുക. അപ്പോൾ ഇവിടെ 96% ആക്യുറസി ഉണ്ടെങ്കിൽ നല്ല, അതായത് ആ ഒരു ഷിഫ്റ്റിൽ എഴുതിയ കാൻഡിഡേറ്റ്സിൻ്റെ ആവറേജ് മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നോർമലൈസേഷൻ തീരുമാനിക്കുക. അപ്പോൾ അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ആ ഒരു എക്സാമിൽ ആ ഒരു ഷിഫ്റ്റിൽ എഴുതിയ സ്റ്റുഡൻസിൻ്റെ ടോട്ടൽ അറ്റംപ്റ്റ്സ് എത്രയാണ്, അല്ലെങ്കിൽ അവർ സ്കോർ ചെയ്ത മാർക്ക് എത്രയാണ്, ആവറേജ് എത്ര വരും എന്നുള്ളത് ഒരു ഏകദേശം ഐഡിയ മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടാവൂ. അത് അവർ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം നമുക്കതൊരു പ്രെഡിക്ഷൻ മാത്രമാണ്. അപ്പം എന്തായാലും ഒരു 65 to 70 ഉള്ളൊരു റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് വരിക എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ 27th എനിക്ക് ലാസ്റ്റ് ഷിഫ്റ്റാണ്. 3:30 ആണ് റിപ്പോർട്ടിംഗ് ടൈം, 4:30 എക്സാമാണ്. ആൻഡ് എക്സാം സെൻറ്റർ എന്ന് പറയുന്നത് എല്ലാവർക്കും മാറിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ അറിഞ്ഞത്. കുറേ പേർക്ക് എക്സാം സെൻറ്റർ മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്കും മാറിയിട്ടുണ്ട്. എനിക്ക് അങ്ങ് ദൂരമാണ് കിട്ടിയിട്ടുള്ളത്, ഒരുപാട് ദൂരത്താണ് കിട്ടിയിട്ടുള്ളത്. അപ്പം എക്സാം സെൻറ്റർ മാറിയതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. പുതിയ സ്ഥലമാണ്, എനിക്ക് സാധാരണ കിട്ടുന്ന എല്ലാ എക്സാമും ഒരേ സെൻറ്ററിലാണ് കിട്ടുക. അപ്പോൾ ആ സെൻറ്ററായിട്ട് ഒരു പരിചയമുണ്ട്. അപ്പോൾ ആ പരിചയം ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും ടെൻഷനൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇപ്പം എത്തിപ്പെടേണ്ട ഒരു ടെൻഷനുണ്ട്. അപ്പം ആ ഒരു ടെൻഷനൊക്കെ നമ്മുടെ എക്സാമിനെ ബാധിക്കാത്ത രീതിയിൽ നിൽക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഇപ്പോൾ ഞാനുള്ളത്. കാരണം 3:30 എത്തിയാൽ മതി. അപ്പം രാവിലെ ഉറക്കമൊഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു ഇതൊന്നുമില്ല. കറക്റ്റ് നേരെ പോയി ഫുഡൊക്കെ കഴിച്ച് എക്സാം എഴുതേണ്ട ഒരു ഇതാണ്. അത് കുറച്ച് നേരത്തെ എത്തി എക്സാം സെൻറ്ററൊക്കെ ഒന്ന് കണ്ട് പരിചയമാവാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇപ്പം ഞാനുള്ളത്. കാരണം അതൊന്നും ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ എക്സാമിനെ ബാധിക്കാം അല്ലേ എൻ്റെ ഇത്. അപ്പം SBI ക്ലർക്കിൻ്റെ എക്സാം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റാണ് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ ആകെ ഒരു എക്സാം എഴുതിയിട്ടുള്ളൂ, RRB POൻ്റെ എക്സാം മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. വേറൊരു എക്സാം ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ ഇതെൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റാണ് SBI ക്ലർക്കിൻ്റെ. ഇപ്പോൾ മോക്ക് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്യുമ്പം കട്ട് ഓഫൊക്കെ ക്ലിയർ ആവുന്നുണ്ട്, അത്യാവശ്യം അറ്റംപ്റ്റ് കൊടുക്കാൻ വേണ്ടിയും പറ്റുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ആക്ച്വൽ എക്സാമിന് പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ആൻഡ് ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഒരു 2 മോക്സ്, ഒരു മാക്സിമം 2 മോക്സ്, എന്തായാലും ഒരു മോക്ക് ഞാൻ എന്തായാലും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് പ്രീവിയസ് ഇയർ മോക്കായിരിക്കും, അല്ലെങ്കിൽ അതായത് മെമ്മറി ബേസ്ഡ് മോക്കും, പിന്നെ ഒന്ന് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെയൊക്കെ ഫുൾ ടെസ്റ്റ് മോക്ക് ഉണ്ടാവുമല്ലോ, അതായിരിക്കും ഞാൻ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ മാക്സിമം 2 മോക്ക് ഞാൻ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ, ഒരുപാട് അറ്റൻഡ് ചെയ്താലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മോക്ക് അറ്റൻഡ് ചെയ്തിട്ട് അതിൽ മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ടെൻഷനായി പിന്നെ എക്സാമിനെ ബാധിക്കും. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് അത്യാവശ്യം ഒരു ഈസി ലെവൽ മോക്ക്, ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ മോക്കാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം ഇപ്പം ഈ ഒരു 4 ദിവസത്തിൽ ചെയ്ത എല്ലാ മോക്കും എനിക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അവർ തരുന്ന കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതേ റേഞ്ചാണ് വരുന്നത്, 69 ആ റേഞ്ചാണ് വരുന്നത്. 69 to 75 റേഞ്ചിലാണ് മാർക്ക് വന്നിട്ടുള്ളത് എല്ലാ മോക്കിലും. അപ്പം ഇനിയുള്ള ദിവസം, ഇന്നിപ്പം ചൊവ്വയാണ്, അപ്പം ഇനിയിപ്പം 3 ദിവസമേ ഉള്ളൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി, അല്ലെ ബുധൻ വ്യാഴം വെള്ളി മാത്രമേ ഇനിയിപ്പോൾ എൻ്റെ മുമ്പിലുള്ളൂ. അപ്പോൾ അതിൽ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, സെക്ഷണൽ മോക്കുകൾ അറ്റൻഡ് ചെയ്യുക,
ആൻഡ് അനലൈസ് ചെയ്യുക. അത് മാത്രമാണ് എവിടെയാണ് തെറ്റ് വരുന്നത്, ഏതൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് തെറ്റ് വരുന്നത്. ഇപ്പോൾ എറർ ഡിറ്റക്ഷനൊക്കെ ഞാൻ കറക്കിക്കുത്തുക ചെയ്യുക. കാരണം എറർ ഡിറ്റക്ഷനൊക്കെ നമുക്ക് കിട്ടിയാൽ കിട്ടി. ഇപ്പം ചെയ്തത് പ്ലൂരൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൗണ്ടബിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആണ്, കൺഫേം ആണ്, 100% ഉറപ്പായിരിക്കും ഇത് ശരിയാണെന്നുള്ളത്. അല്ലാതെ ഒരു 80-20% ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതൊക്കെ അറ്റംപ്റ്റ് ചെയ്യുന്നത് കുറയ്ക്കണം എന്നാണ് ഇപ്പം എൻ്റെ ഇതുള്ളത്. ലാസ്റ്റ് ഇപ്പം ഇംഗ്ലീഷിന് എനിക്ക് സമയം ലാസ്റ്റ് ബാക്കി വരുന്നുണ്ട്. അപ്പം എറർ ഡിറ്റക്ഷൻ മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് ആ സമയം ബാക്കി വരുമ്പം എറർ ഡിറ്റക്ഷൻ ഒരിക്കൽ വായിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണെങ്കിൽ അത് അതിൽ തന്നെ അറ്റംപ്റ്റ് ചെയ്യും. ബാക്കിയൊക്കെ മാർക്ക് ഫോർ റിവ്യൂ അടിച്ചിട്ട് ലാസ്റ്റ് ആ വരുന്ന ഒരു 2-3 മിനിറ്റ് ബാക്കി വരുമ്പം അതിൽ എറർ ഡിറ്റക്ഷൻ നോക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പം ഞാനുള്ളത്. ഈ എക്സാം ഞാൻ അങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്തത്. അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇംഗ്ലീഷിൽ ഒരു തെറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. അതും അത് വായിച്ചു നോക്കാത്തതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു, അല്ലാണ്ട് ബാക്കിയൊക്കെ ശരിയാണ്. അപ്പം ആ ഒരു സ്ട്രാറ്റജിയിൽ എനിക്ക് നെഗറ്റീവ് കുറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിൽ. ബാക്കി രണ്ടിലും 100% ആക്യുറസി കിട്ടുന്നുണ്ടായിരുന്നു മുമ്പും. ഇംഗ്ലീഷിലാണ് നെഗറ്റീവ് വന്നുകൊണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഒരു സ്ട്രാറ്റജി എടുത്ത സമയത്ത് ഇംഗ്ലീഷിൽ അറ്റംപ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് കുറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ചാണ്. അപ്പോൾ അത് തന്നെ ഫോളോ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ അവിടെ എത്തിക്കഴിയുമ്പം ഞാനിപ്പോൾ ഒന്നും മുൻധാരണ വെച്ച് ചെയ്യുന്നില്ല. കാരണം അവിടെ എത്തിക്കഴിയുമ്പം നമുക്കത് പറ്റിയില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് എറർ കിട്ടി ഇത് ശരിയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഇപ്പോൾ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, അങ്ങനെ ചെയ്യണം എന്നാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് അങ്ങനെ പറ്റൂ എന്നുള്ളത് അവിടെ എത്തിയിട്ട് ഇപ്പോൾ എക്സാം എങ്ങനെയാണ് നമുക്ക് പറയാം ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് അങ്ങനെ ഒരു മുൻധാരണ വെച്ച് പോകുന്നില്ല. അതേപോലെ ഞാൻ കഴിഞ്ഞ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 70-75 അറ്റംപ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടി പറ്റണം എന്നുള്ളൊരു ഇത്. പക്ഷെ അങ്ങനെ ഒന്ന് വെച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാമിനത് അങ്ങനെ ഇപ്പോൾ ഇംഗ്ലീഷിൽ ഞാനൊരു 20-25 അറ്റംപ്റ്റ് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ പക്ഷേ എക്സാം ഡിഫിക്കൽട്ടി, ഇപ്പോൾ ഇംഗ്ലീഷ് ഡിഫിക്കൽട്ടി ആണെങ്കിൽ എനിക്കൊരു 15-20 മാത്രമേ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എങ്കിൽ എനിക്കത് ബാധിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവിലും റീസണിങ്ങിലും തന്നെ അത് ബാധിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതായിരിക്കും ഇംഗ്ലീഷ് അറ്റംപ്റ്റ് കുറഞ്ഞു പോയി, അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് കുറച്ചും കൂടി അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു 5 ക്വസ്റ്റ്യൻ അവിടെ പോയ 5 ക്വസ്റ്റ്യൻ ഇവിടെ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റായിരിക്കും. അപ്പോൾ നെഗറ്റീവ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മുൻധാരണ വെക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ പോലും ഒരു ഏകദേശം ഒരു 70 എബോവ് അറ്റംപ്റ്റ് കൊടുത്താൽ മാത്രമേ സേഫായിട്ട് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു ഐഡിയ മാത്രം മനസ്സിലുണ്ടാവാം. അതിപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആവണം. ഒരു 70 ഒക്കെ എബോവ് അറ്റംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സേഫാണ്, നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ആണ് ഉള്ളത്. ഒരു 60 എബോവ് തന്നെ അറ്റംപ്റ്റ് ചെയ്താൽ തന്നെ ഒരു മെയിൻസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ എക്സാം കഴിഞ്ഞവർ ഒരു ഇതേപോലെ ഇപ്പോൾ 55 എബോവ് അല്ലെങ്കിൽ 60 എബോവ് അറ്റംപ്റ്റ് കൊടുത്തിട്ടുണ്ട്, നെഗറ്റീവ് അധികം വരില്ല, ഒരു 85% എബോവ് ആക്യുറസി വരും എന്ന് ഉറപ്പുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. കറണ്ട് അഫെയർസ് പഠിക്കുക, റീസണിങ് നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യുക, ഒരു ലെവൽ അപ്പ് ചെയ്ത്. കാരണം ഇതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് IBPS ക്ലർക്കാണ് നമുക്ക് വരാനുള്ളത്. അപ്പോൾ അതിൽ SBI ക്ലർക്കിൻ്റെ റിസൾട്ട് അപ്പോഴത്തേക്ക് വരും. ആ ക്ലർക്ക് നിങ്ങൾക്ക് കിട്ടിയില്ല, പ്രിലിംസ് പാസ്സായില്ല ഇല്ലെങ്കിൽ നിങ്ങൾക്കത് IBPS ക്ലർക്കിന് അതൊരു ഉപകാരമാവും. ഇനി അതും കിട്ടില്ല, അങ്ങനെ പറയുന്നില്ല, എന്നാലും അതും കിട്ടുന്നില്ല അതിലൊരു കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RRB വരാനുണ്ട്. അങ്ങനെ നമുക്ക് ബാക്ക് ടു ബാക്ക് എക്സാംസ് വരാനുള്ളതുകൊണ്ട് ഇന്ന് നിങ്ങൾ പഠിക്കുന്നത് എന്തെങ്കിലും ആയിട്ടൊരു ഉപകാരം വരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞാനും അങ്ങനെ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഇപ്പോൾ സെപ്റ്റംബർ 2021 കഴിഞ്ഞ എക്സാം കഴിഞ്ഞ എല്ലാ ആസ്പിറൻസും മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ലേറ്റ് ആവരുത്. ഇനിയും 1.5 മാസം, 1 മാസം നിങ്ങൾക്ക് കിട്ടും. നവംബർ ഫസ്റ്റ് വീക്കിലാണ് മെയിൻസിൻ്റെ എക്സാം ഷെഡ്യൂൾ വന്നിട്ടുള്ളത്, ഉണ്ടാവുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പം എന്തായാലും നിങ്ങൾക്ക് 1 മാസം കിട്ടും. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ മെയിൻസിന് വേണ്ടി ഒരു കുറച്ച് ക്ലർക്കിന് വേണ്ടി പഠിക്കേണ്ടതല്ല, IBPS ക്ലർക്കിന് പഠിക്കുന്നതിനൊപ്പം ഒരു 1-2 മണിക്കൂർ മെയിൻസിൻ്റെ സെക്ഷണൽ ചെയ്യാനും വേണ്ടി ശ്രമിക്കുക. അപ്പം എക്സാം 27th എക്സാം എഴുതുന്ന എല്ലാ ആസ്പിറൻസിനും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ നന്നായിട്ട് എഴുതുക, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എഴുതുക. എല്ലാ കാര്യങ്ങളും അഡ്മിറ്റ് കാർഡും ഫോട്ടോസും ഒക്കെ റെഡിയാക്കി തലേന്ന് റെഡിയാക്കി വെക്കുക. പിറ്റേ ദിവസം അതിന് ഓടാൻ നിൽക്കരുത്. അപ്പം ഇനിയൊരു മോക്കും കൂടി ചെയ്തിട്ട്, ഇനിയിപ്പോൾ ഏതെങ്കിലും പ്രീവിയസ് മോക്ക് ചെയ്തിട്ട് അതിൻ്റെ കട്ട് ഓഫ് എത്രയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. മാക്സിമം മോക്ക് അറ്റൻഡ് ചെയ്യുക, മാക്സിമം സെക്ഷണൽ മോക്കുകൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. പുതിയതായിട്ടൊന്നും പഠിക്കാണ്ടിരിക്കുക, ഉള്ളതിനെ മെച്ചപ്പെടുത്തുക. ഇത്രമാത്രം നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.